നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തി കടന്നു നടത്തുന്ന തുടർച്ചയായ പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം. ഇത്തരത്തിലുള്ള യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്നതിനിടെ സംഭവിച്ചേക്കാവുന്ന അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള കരുതൽ രാജ്യം സ്വീകരിച്ചു കഴിഞ്ഞെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ച് അവശ്യ സാധന വസ്തുക്കളുടെ കാര്യത്തിൽ രാജ്യം പ്രത്യേക കരുതൽ ശേഖരം നടത്തിയിട്ടുണ്ട്. ഗോതമ്പ്, അരി, പഞ്ചസാര, ഭക്ഷ്യ എണ്ണ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ അവശ്യ വസ്തുക്കൾ അടിയന്തര ഘട്ടങ്ങളിലേക്കായി കരുതിയിട്ടുണ്ടെന്ന വിവരമാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ എണ്ണ കമ്പനികളുടെ പക്കൽ 60 മുതൽ 64 ദിവസം വരെ ഉപയോഗിക്കാൻ പാകത്തിലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ രാജ്യത്തിന്റെ തന്ത്രപരമായ പെട്രോളിയം ശേഖരത്തിൽ 10 ദിവസത്തെ ആവശ്യത്തിനായുള്ള അധിക സ്റ്റോക്കും സംഭരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ രാജ്യത്തിന് പുറമേ നിന്നുള്ള എല്ലാ വിതരണ ശൃംഖലകളുടെയും പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായാലും അത് രാജ്യത്തെ ബാധിക്കില്ല. കാരണം 70 മുതൽ 74 ദിവസം വരേക്കുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ രാജ്യത്തെ കരുതൽ ശേഖരത്തിലുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് എന്നത് അവശ്യഘട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്താനായുള്ള ഇന്ത്യയുടെ കരുതൽ പെട്രോളിയം ശേഖരമാണ്. പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ്സ് ലിമിറ്റഡിന്റെ നിയന്ത്രണത്തിലാണ് ഈ കരുതൽ പെട്രോളിയം ഉള്ളത്. 90 ദിവസത്തെയെങ്കിലും ക്രൂഡ് ഓയിൽ കരുതൽ ശേഖരം സംഭരിക്കണമെന്നാണ് അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ നിർദ്ദേശം. വിശാഖപട്ടണം, മംഗളൂരു, പദൂർ എന്നിവിടങ്ങളിലായി ഭൂമിക്കടിയിൽ 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണ് ഇന്ത്യക്കുള്ളത്. ഇനിയും 3 ഇടങ്ങളിൽ കൂടി പെട്രോളിയം കരുതൽ ശേഖരം ഒരുക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. രാജ്യത്ത് ആവശ്യത്തിനുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കുണ്ടെന്നും രാജ്യത്തെ വിതരണ ശൃംഖല ശക്തമാണെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിക്കുന്നു. അതിനാൽ തന്നെ ആളുകൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെ ചൊല്ലി ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പെട്രോളിന്റെ കാര്യത്തിലെന്ന പോലെ പാചകവാതകവും രാജ്യത്ത് ആവശ്യത്തിന് ലഭ്യമാകും. അതിനാൽ തന്നെ പാചകവാതകത്തിനായും അനാവശ്യ തിടുക്കം കാട്ടേണ്ടതില്ലെന്നും കോർപ്പറേഷൻ അറിയിക്കുന്നു. ആളുകൾ അവശ്യ സാധനങ്ങൾ വാങ്ങി സംഭരിക്കണമെന്ന പ്രചരണങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം വിശദീകരണം നൽകിയിരിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞ സമയത്ത് രാജ്യത്തെ എണ്ണ കമ്പനികൾ വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. മുൻകാലങ്ങളിൽ ഏതാനും ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിയിരുന്നത്. അതേ സ്ഥാനത്ത് ഈ വർഷം ആരംഭകാലത്തെ കണക്കുകൾ പ്രകാരം 40 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട്. ഇക്കഴിഞ്ഞ 2 മാസങ്ങളിൽ രാജ്യത്തെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. മതിയായ ഇന്ധന സംഭരണത്തിനൊപ്പം രാജ്യത്ത് അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളുടെ 66.17 മില്യൺ ടൺ ശേഖരം കരുതിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ പഞ്ചസാര ഉൽപാദനത്തിൽ 18% കുറവ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും നിലവിൽ 5.4 മില്യൺ ടൺ പഞ്ചസാര രാജ്യം സംഭരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതോടൊപ്പം പരിപ്പ്, കടല തുടങ്ങിയവയും മതിയായ അളവിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 1.6 മില്യൺ ടൺ ഭക്ഷ്യ എണ്ണയും രാജ്യത്തിന്റെ കരുതൽ ശേഖരത്തിലുണ്ട്. പൊതുവെ 1 മാസത്തെ സ്റ്റോക്കാണ് സൂക്ഷിക്കാറുള്ളതെങ്കിലും നിലവിൽ 20 മുതൽ 25 ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷ്യ എണ്ണയെ അധികമായി സംഭരിച്ചിട്ടുള്ളൂ. വരും ദിവസങ്ങളിൽ ഭക്ഷ്യ എണ്ണയുടെ സ്റ്റോക്ക് ഇനിയും ഉയർത്തുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.